ഹലോ വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മുടി കൊഴിച്ചിലിനെ നമുക്ക് ഏത് രീതിയിൽ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന കാര്യം കൂടിയാണ്. കാരണം അത് അത്ര ഒരു ചെറിയൊരു പ്രശ്നമല്ല. മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഈസി ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമല്ല. ഒരുപാട് നമുക്കറിയാം, നമ്മളെ തന്നെ നമ്മളുടെ ഉള്ളിലത്തെ ഒരു കോൺഫിഡൻസ് കുറയ്ക്കാനും നമുക്ക് ഒന്നിനും പറ്റുന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ അസുഖം ഉണ്ടെന്നൊക്കെ തോന്നുന്ന രീതിയിലേക്ക് വരെ നമ്മളുടെ മൈൻഡിനെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ മുടി കൊഴിച്ചൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഏത് രീതിയിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സാധാരണ കൂടുതൽ എപ്പോഴും നമ്മൾ സ്കിൻ കെയർ ആണ്, എന്നാലും ഞാൻ ഹെയർ കെയർ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ടെങ്കിൽ പോലും മുടി കൊഴിച്ചിലിനെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഒന്നുകൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് തോന്നി. കാരണം ഒരുപാട് പേര് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രോബ്ലം തന്നെയാണ് മുടി കൊഴിച്ചൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്കതിനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഹെയർ എപ്പോഴും നല്ല വൃത്തിക്ക് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രോപ്പർ ഷാമ്പൂ, കണ്ടീഷണർ, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എല്ലാ ദിവസവും നമ്മളുടെ സാധാരണ വീട്ടിലുള്ളവർ ഒരുപാട് എന്താ പറയുക, വീട്ടമ്മമാരാണെങ്കിലും ശരി, ജോലിക്ക് പോകുന്നവരാണെങ്കിലും ആരാണെങ്കിലും ചിലവർക്കുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് ഹെയർ നമുക്ക് ഡെയിലി വാഷ് ചെയ്യണം എന്നുള്ളത്. അപ്പോഴാണ് നമ്മളെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത്. ദയവ് ചെയ്ത് അങ്ങനെയല്ല. നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ കൂടിപ്പോയ 3 പ്രാവശ്യം മാത്രമേ ഷാമ്പൂ വാഷ് ചെയ്യാൻ പാടുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. എല്ലാ ദിവസവും നിങ്ങൾ വാഷ് ചെയ്ത ഹെയർ ഫോൾ നിർബന്ധമായിട്ടും ഉണ്ടാവും, ഹെയർ വീക്കായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം മാത്രമേ ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ. അതും ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ. ഷാമ്പൂ ഇട്ടാൽ നമ്മൾ നിർബന്ധമായിട്ടും കണ്ടീഷണർ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഷാമ്പൂ മാത്രം ഇട്ട് പോകരുത്. കംപ്ലീറ്റ് ഹെയർ നമ്മളുടെ പോയി കിട്ടും. ഷാമ്പൂ എപ്പോൾ നിങ്ങൾ ഇട്ടാലും കണ്ടീഷണർ മസ്റ്റായിട്ട് ഇടണം. അതും ആഴ്ചയിൽ 2 പ്രാവശ്യം ഹെയർ വാഷ് ഓക്കെയാണ്. ഇനി അതെല്ലാം നമ്മൾ പുറത്തൊക്കെ പോയി ഭയങ്കര പൊല്യൂഷനും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഒരു 3 പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്താൽ മതി. അതല്ലാതെ നമ്മൾ ചെയ്യരുത്. സെക്കൻഡ് തിങ്, നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിലിരിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുളി കഴിഞ്ഞ് നനഞ്ഞ ഹെയർ അല്ലെങ്കിൽ ഈർപ്പമുള്ള ഹെയർ അത് അതേപടി എടുത്ത് വെക്കുന്ന ശീലം ഒരുപാട് പേർക്കുണ്ട്. ഒരു കാരണവശാലും നമ്മൾ അത് ചെയ്യാൻ പാടില്ല. നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കരുത്, മനസ്സിലായി? അത് പ്രോപ്പറായിട്ട് നമ്മളത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പലവരും ഡ്രയർ യൂസ് ചെയ്യുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. പിന്നെ നമുക്കറിയാം, നമുക്ക് തിരക്കാണ്, നമ്മൾ ഓഫീസിലൊക്കെ പോകണം, പെട്ടെന്ന് നമ്മുടെ ഹെയർ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രയർ യൂസ് ചെയ്യേണ്ടി വരും. കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കുളി കഴിഞ്ഞിട്ട് നാച്ചുറലായിട്ട് ഡ്രയർ യൂസ് ചെയ്യാതെ നാച്ചുറലായിട്ട് ഹെയർ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വിടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഒരിക്കലും കെട്ടിയും വെക്കാൻ പാടില്ല. ടവൽ ഡ്രൈ ചെയ്തിട്ട് മാക്സിമം അത് അങ്ങനെ തന്നെ വിടുക ഹെയർ. ഇനി അതല്ല, നമുക്ക് സമയമില്ല, പെട്ടെന്ന് പോകണം, എനിക്ക് അങ്ങനെ ഒരു ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഡ്രയർ ഹോട്ടിലിട്ടിട്ട് ഡ്രൈ ആക്കരുത്. കൂളിലിട്ടിട്ട് ഡ്രയർ യൂസ് ചെയ്യുക. പിന്നെ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ, കാരണം നമുക്ക് ഹെയർ ഫോൾ ഏതൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് വരണം എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. ഡയറക്റ്റായിട്ട് നമ്മളെ സ്കാൽപ്പിലേക്ക് ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഹീറ്റ് മുഴുവൻ ഡയറക്റ്റ് നമ്മളുടെ സ്കാൽപ്പിലേക്ക് തട്ടുന്ന രീതിയിൽ ഡ്രയർ യൂസ് ചെയ്യാതെ ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് വേണം, നമ്മൾ ഹെയർ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡ്രയർ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കൂടുതലിട്ടിട്ട് ചെയ്യുക, മാക്സിമം നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ ഇതിനേക്കാളും എല്ലാം നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളുടെ ഫുഡും ഡയറ്റും ഒക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും അതിനെക്കുറിച്ചും പറയാറുണ്ട്. അപ്പോൾ അത് നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മിസ്റ്റേക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞുതരുവാണ്. അറിയാതെ ഡ്രയർ ഇട്ട് പെട്ടെന്ന് തന്നെ ഹീറ്റ് കൊടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഹെയർ ഫോൾ നല്ലപോലെ ഉണ്ടാവും. ഡയറക്റ്റ് ഹീറ്റ് നമ്മുടെ സ്കാൽപ്പിലേക്ക് തട്ടിയാലും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. പിന്നെ ഒരു കോമൺ മിസ്റ്റേക്ക് ചെയ്യുന്നത്, ഡെയിലി നമ്മൾ ഷവറിൽ വാഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഷവറിലെ വെള്ളം ഡയറക്റ്റ് സ്കാൽപ്പിലേക്ക് തട്ടുന്ന രീതിയിലാണ് നിങ്ങൾ ഡെയിലി ആ ഒരു രീതിയിലാണ്
കുളിക്കുന്നതെങ്കിലും ഹെയർ ഫോൾ നല്ല പോലെ ഉണ്ടാവും. ഡയറക്റ്റ് ഹെയറിലേക്ക് വെള്ളം ഷവർ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കരുത്. നമ്മളെപ്പോഴും വെള്ളം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഹെയറിലേക്ക് ഒഴിക്കുക വേണ്ടത്. ഒരിക്കലും ഡയറക്റ്റ് അത്രയും ഫോഴ്സിൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് വെള്ളം വീഴാൻ പാടില്ല. അതും നമുക്ക് ഹെയർ ഫോളിന് വലിയൊരു റീസണാണ്. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മുതൽ കുളിക്കുമ്പോൾ ഡയറക്റ്റ് വീഴാതെ നമ്മൾ വെള്ളം സെപ്പറേറ്റ് മാറ്റി വെച്ച് ഹെയറിലേക്ക് ഒഴിച്ച് വൃത്തിയാക്കുന്നതായിരിക്കും ഹെയർ ഫോളിന് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലത്. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മുടെ ഹെയർ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നല്ലതുപോലെ മസാജ് ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. സ്കാൽപ്പ് നല്ലപോലെ മസാജ് കൊടുക്കുക. അപ്പം മസാജ് കൊടുക്കാനായിട്ട് വെറുതെ മസാജ് കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമുക്ക് ഈ ആഴ്ചയിൽ ഒരു ദിവസം എപ്പോഴും എല്ലാ വീഡിയോസിലും പറയാം, വീക്ക്ലി വൺസ് നിങ്ങൾ നമ്മളുടെ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ കുറച്ച് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ട്, ഒരുപാട് കൊടുക്കരുത്, ഒന്ന് ലൈറ്റായിട്ട് നമ്മൾ സ്കാൽപ്പിലേക്ക് തട്ടിയാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്ന രീതിയിൽ മാത്രം ഹീറ്റ് ചെയ്തിട്ട് മസാജ് കൊടുക്കുക. ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ വാഷ് ഔട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന അന്ന് നിങ്ങൾ അതുപോലെ ഒരു മസാജ് കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് റോസ്മേരി വാട്ടർ നല്ലതാണ്. അപ്പോൾ അത് പല പല പ്രൊഡക്റ്റുകളും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് അത് ഡയറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ അത് നമ്മൾ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ റോസ്മേരി നല്ലൊരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മളുടെ കറ്റാർവാഴ അതും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കറ്റാർവാഴ നിങ്ങൾക്കത് പാക്കായിട്ട് ഇട്ട് കൊടുക്കുക, അതൊക്കെ നല്ലൊരു സംഭവമാണ്. അതുപോലെ നമ്മുടെ നെല്ലിക്ക നല്ലൊരു സംഭവമാണ് കേട്ടോ. നെല്ലിക്ക എല്ലാവർക്കും അറിയാം നമ്മൾ ഹെയറിന് എത്രത്തോളം നമുക്ക് ഹെയർ ഗ്രോത്ത് വരാൻ ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. അതുപോലെ തന്നെ ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം പണ്ടൊക്കെ നമുക്ക് നെല്ലിക്ക കാച്ചി എണ്ണയിൽ നെല്ലിക്ക കാച്ചിട്ടൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓയിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാം. അതുപോലെ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. നെല്ലിക്ക കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യമുണ്ട്. സോ അത് ചെയ്യുക. നെല്ലിക്ക ജ്യൂസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, സ്കാൽപ്പിലേക്ക് കൊടുക്കുക. അതുപോലെ ഓയിൽ നമ്മൾ എണ്ണ ഉണ്ടാക്കുമല്ലോ, അതിലേക്ക് ഇട്ടിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ അതും നമുക്ക് വളരെ നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മോശമൊന്നുമല്ല. നമുക്ക് വീട്ടിൽ കിട്ടുന്നതും വളരെ സാധാരണ രീതിയിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഒരുപാട് എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഹെയർ ഫോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ കുറച്ച് ദിവസം കറക്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ നനഞ്ഞ ഹെയർ ചെയ്യുക, കോംബ് ചെയ്യുക, അത് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നല്ല നനഞ്ഞ ഹെയർ ആണെങ്കിൽ കോംബ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ഹെയർ ഫോൾ ഉള്ള സമയത്ത് മുടി എപ്പോഴും ഇങ്ങനെ ടൈറ്റായിട്ട് നമ്മളൊരു പോണി ടൈലൊക്കെ ഇടുമല്ലോ, അതുപോലെ ഇങ്ങനെ കെട്ടിവെക്കുന്നത് ഒരു കാരണവശാലും ഹെയറിന് ഹെൽത്തി അല്ല. സോ അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. ഈ പറഞ്ഞ പോലെ ഹെയർ ഫോൾ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. മാക്സിമം ഫ്രീ ഹെയർ ആയിട്ട് വിടുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹെയർ കോംബ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം പലരും, ഞാൻ പറയാറുണ്ടല്ലോ, മിക്ക ആൾക്കാരും കോംബ് ചെയ്യാറില്ല. ഹെയർ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ടാണ് ഹെയർ പ്രോപ്പറായിട്ട് നമ്മൾ കോംബ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ മിക്ക ആൾക്കാരും ഹെയർ അങ്ങനെ കോംബ് ചെയ്യാറില്ല. വീട്ടിലൊക്കെ അല്ലേ, പുറത്ത് പോകുമ്പോൾ കോംബ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്യുന്നവരൊക്കെയാണ്. അപ്പോൾ അതും കറക്റ്റല്ല. നിങ്ങളതും കറക്റ്റായിട്ട് നമ്മൾ ഉണക്കിയതിന് ശേഷം കറക്റ്റായിട്ടൊന്ന് കോംബ് ചെയ്യുക. കോംബ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ സാധാരണ പാഡൽ ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമ്മൾ ഹെയർ ഫോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നോർമൽ കോംബ് മാറ്റുക. കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധാരണ കോമ്പുകളുണ്ടല്ലോ, ഇങ്ങനെ നീളത്തിലുള്ളത്, അത് വെച്ച് നമ്മൾ കോംബ് ചെയ്യുമ്പോഴും നമുക്ക് കുറേ നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാവും. എപ്പോഴും പാഡൽ ബ്രഷ് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇങ്ങനെ പരന്ന ടൈപ്പുള്ള കോംബ് ഉണ്ടല്ലോ, അതിനെയാണ് പാഡൽ ബ്രഷ് എന്ന് പറയുക. അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹെയർ സെറ്റ് ചെയ്യാനും കുറച്ച് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും നല്ലതാണ്. അപ്പോൾ അതുപോലെ
ആ കോമ്പൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക. നമുക്ക് ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ തന്നെയാണ് എല്ലാറ്റിനും റീസൺ. അതുപോലെ നമ്മളുടെ ഫുഡിൽ എപ്പോഴും നമ്മൾ പ്രോട്ടീൻ്റെ അളവ് മാക്സിമം നമ്മൾ എടുത്തിരിക്കും. നമ്മളുടെ ഇതെല്ലാം നമ്മൾ ചെയ്താലും നമ്മൾ ഉള്ളിൽ എന്ത് കൊടുക്കുന്നോ അതിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. സോ എപ്പോഴും ഹെയറിൻ്റെ ഹെൽത്തിന് എപ്പോഴും വേണ്ടത് പ്രോട്ടീൻ നിർബന്ധമായിട്ട് വേണം. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ മാക്സിമം എടുക്കുക. അതുതന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമുക്ക് ഡയറ്റിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ന്യൂട്രീഷനെ കാണുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് ചെയ്യുക. പ്ലസ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹെയർ ഫോൾ എന്നുള്ളൊരു സംഭവത്തിനെ മാക്സിമം കുറയ്ക്കാൻ പറ്റും. ചിലവർ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ എടുത്താൽ തന്നെ കയ്യിൽ പറയുമോ ഹെയറാണ് പറയും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഹെയർ അത്രയും വീക്കാണെന്നുള്ളതാണ്. മനസ്സിലായി, നമ്മൾ അത്രയും സ്ട്രെങ്തേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല. അപ്പോൾ അതിന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹെയറിനെ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ ഫസ്റ്റ് ടൈമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരുപാട് നോളേജ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ മനസ്സിലായോ? ഇഷ്ടമാവുക എന്നുള്ളതിലുപരി നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരിക കേട്ടോ. ഹെയർ ഫോൾ നല്ലപോലെ ഉള്ളവർ മാക്സിമം ഞാൻ പറഞ്ഞു തന്ന ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഹോട്ട് വാട്ടർ മാക്സിമം തലയിൽ ഒഴിക്കരുത് കേട്ടോ. ഹെയർ വാഷ് ചെയ്യുമ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനിയും ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. മാക്സിമം നമ്മൾ നോക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു അപ്ഡേഷനോട് കൂടിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.